ഓ റിങ് അല്ലെങ്കിൽ എക്സ് റിങ് അല്ലെങ്കിൽ സെഡ് റിങ് എന്നൊക്കെ പറയുന്ന ചെയിൻ. അതെന്താ റിങ്ങുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, ഇതൊരു ചെയിൻ്റെ ഒരു ഔട്ടർ ലിങ്ക് ആണെന്ന് വെക്കുക, ഇതൊരു ചെയിൻ്റെ ഇന്നർ ലിങ്ക് ആണെന്ന് വെക്കുക. ഈ രണ്ട് ചെയിൻ്റെ ഈ രണ്ട് ലിങ്കുകളും കൊണ്ട് ഇതിങ്ങനെ കൊണ്ടു വെച്ചു. അപ്പോൾ ഇവിടെ കൊണ്ടു വെച്ചാൽ ഇപ്പോൾ മുട്ടിയിട്ടിരിക്കുന്ന ഒരു പൊസിഷനിലാണെങ്കിൽ നമ്മുടെ നോർമൽ ടൈപ്പ് ചെയിനാന്ന് വെക്കുക. നോർമൽ ടൈപ്പ് ചെയിനാണെങ്കിൽ മുട്ടിയിരിക്കണേ. അപ്പോൾ ഈ രണ്ടും കണ്ട ഇവിടെ വേറെ പാർട്സ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് പകരം ഞാൻ ജസ്റ്റ് ഈ ഒരു ഔട്ടർ ലിങ്ക് കുറച്ചും കൂടി ചെറുതാക്കി ഇന്നർ ലിങ്ക് കുറച്ചും വലുതാക്കി, അല്ല ഔട്ടർ ലിങ്ക് വലുതാക്കി ഇന്നർ ലിങ്ക് ഞാൻ ചെറുതാക്കി. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് കണ്ട് ഈ ഔട്ടർ ലിങ്കിൻ്റെയും ഇന്നർ ലിങ്കിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ഒരു ചെറിയൊരു റബ്ബറിൻ്റെ ഒരു കഷ്ണം ഇടാം. ആ റബ്ബറിൻ്റെ കഷ്ണം എന്ന് പറയുന്നത് ഓ ടൈപ്പിലാണെങ്കിൽ അതിൻ്റെ ആ റബ്ബറിൻ്റെ ക്രോസ് സെക്ഷൻ ഓ ആണെങ്കിൽ അത് ഓ റിങ്, സെഡ് ടൈപ്പിലാണെങ്കിൽ അത് സെഡ് റിങ്, എക്സ് ടൈപ്പിലാണെങ്കിൽ ക്രോസ് സെക്ഷൻ പറയണേ എക്സ് ടൈപ്പിലാണെങ്കിൽ അത് എക്സ് റിങ്. അത് ഇടുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ ഈ രണ്ട് ലിങ്കുകൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് ഒരു പിന്നിലാണ്. ഇവിടെ നിന്ന് ഒരു പിന്നിടും, അതേപോലെ അതിനുള്ളിൽ റോളർ ഉണ്ട്. അപ്പോൾ ഈ റോളറും പിന്നിൻ്റെയും ഇടയിൽ ഗ്രീസ് ഉണ്ടാവും. ഈ ഗ്രീസ് എലമെൻറ്റ് ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാണ്ടിരിക്കാൻ, അതായത് നഷ്ടപ്പെട്ട് പോകാണ്ടിരിക്കാൻ കൂടി ഈ ഒരു ഓ റിങ്, എക്സ് റിങ് അതുപോലെ സെഡ് റിങ് സഹായിക്കും.